നീ എന്താ ചിരിക്കണത്? നിനക്ക് പേയളകിയ? എന്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എന്റെ ഒപ്പം ഉണ്ടായി പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇനി ഈ റിനോഷ് എന്ന് പറയുന്ന ഒരുത്തൻ അവൻ എങ്ങനെ പുറത്തായി എന്ന് അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞ് അവൻ ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. നിന്നെ ആ ഹൗസിനകത്ത് 1% പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം, പ്രേക്ഷകനായ ഓരോരുത്തരും മനസ്സിലാക്കണം. നീ കാര്യം പറടാ കുട്ടാ. യവന്റെ വാലെ കെട്ടി ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ അറിയാതെ അതങ്ങനെ സംഭവിച്ചു പോയതാ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഞാൻ റിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ്. റിനോഷിനെ പോലെ ഒരുത്തനെയൊക്കെ ഇഷ്ടപ്പെടുമ്പോ ആ ഇഷ്ടപ്പെടുന്നവന്റെ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ. വേണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നവന് ഒരല്പം തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കുക, എന്തിനായിരിക്കും എന്നാലും അഖിലേട്ടനെതിരെ അല്ലെങ്കിൽ അഖിലിനെതിരെ ഈ റിനോഷ് ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട കാര്യം എന്തായിരിക്കും? ചോദിച്ച കേട്ടില്ലേ? അത് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഒറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. പിന്നെ ഇവൻ ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ കൊണ്ടുവരുന്നത്. തൃപ്തിയായില്ലേ നിനക്ക്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള ഒരുത്തിനും മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ബ്രില്യന്റ്, താൻ ആള് കൊള്ളാവല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. I just wanna love you, love you. ചുണ്ടിൽ തൊട്ട് തൊട്ട് നൽകാം. കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ.